നമ്മെ വിട്ടുപിരിഞ്ഞ CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ ചങ്ങനാശ്ശേരി തെങ്ങണയിലുള്ള ആഞ്ഞിലിമൂട്ടിൽ എന്ന കുടുംബ വീട്ടിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചിരുന്നു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. ഇന്ന് ഉച്ചയോടെ 12 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. ജോസിൽ സെബാസ്റ്റ്യൻ കൂടി ചേരുന്നുണ്ട്. ജോസിൽ, ഒരു നാടൊരുങ്ങുകയാണ് പ്രിയപ്പെട്ട നേതാവിൻ്റെ മടക്കയാത്രയ്ക്കായി. നിരവധി പേർ ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ എത്തിയപ്പോഴും ഏകദേശം 9 മണിയായിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ പോലും വലിയ ക്യൂ ആണ്. വൈകിട്ട് 5 മണിയോടുകൂടി ആ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ച സമയം മുതൽ രാത്രി 9 മണിക്ക് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും കാണാകുന്ന കാഴ്ച എന്ന് പറയുന്നത് നീണ്ട ക്യൂ ആണ്. പ്രിയ സഖാവിനെ, പ്രിയ നേതാവിനെ ഒരിക്കൽ കൂടി കണ്ട് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും അദ്ദേഹത്തെ മടക്കയാത്രയ്ക്ക് വേണ്ടി ഒരുക്കാനുമുള്ള പ്രിയപ്പെട്ടവരുടെ, പ്രിയ സഖാക്കളുടെ, പാർട്ടി പ്രവർത്തകരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. അത്തരത്തിൽ ജനമനസ്സുകളിൽ സർവ്വസമ്മതി നേടിയ ഒരു നേതാവിനെ നമുക്ക് നമ്മുടെ ഇടയിൽ നിന്ന് പോവുകയാണ് അയാൾ. എത്രത്തോളം പറഞ്ഞു നിൽക്കാനോ അല്ലെങ്കിൽ കണ്ടു നിൽക്കാനോ പറ്റാത്തൊരു വേദന നൽകിക്കൊണ്ടാണ് അദ്ദേഹം മടങ്ങുന്നത് എന്നാണ്. അത്രത്തോളം ആകസ്മികമായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നപ്പോൾ വീട്ടുകാർ വലിയ ഒച്ചയിൽ കരയുന്ന ആ സങ്കട കണ്ണീർ കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അത്രയ്ക്കും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല റസലേട്ടൻ ഇത്ര പെട്ടെന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോകുമെന്ന്. ഇന്നലെ ഈ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ മുതൽ 5 മണിക്കാണ് ഈ വീട്ടിലേക്ക് എത്തിച്ചത്. അതിനു മുമ്പ് 12 മണിക്കാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചപ്പോൾ തന്നെ തൊണ്ടയിടറുന്ന ഉറക്കെയുള്ള മുദ്രാവാക്യങ്ങൾ, ഇല്ല മരിക്കില്ല, പ്രിയപ്പെട്ട റസലേട്ടൻ മരിക്കില്ല എന്ന മുദ്രാവാക്യം വിളിച്ച് നൂറുകണക്കിന് പ്രവർത്തകരാണ് അദ്ദേഹത്തെ പാർട്ടി ഓഫീസിലേക്ക് ഏറ്റുവാങ്ങിയതും അതുപോലെ തന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. അതിനുശേഷം അദ്ദേഹം ദീർഘകാലം DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയായും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും CPMൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും എല്ലാം ദീർഘകാലം പ്രവർത്തിച്ച ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചു. അവിടെയും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചത്. അതിനുശേഷം 5 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ കുടുംബ വീട്ടിലേക്ക്, ഈ ചങ്ങനാശ്ശേരി തെങ്ങണയിലുള്ള ആഞ്ഞിലിമൂട്ടിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ മുതൽ ഇന്നലെ ബിനീഷ അടക്കം ഇവിടെ എത്തിയതാണ്. അവിടെ എത്തിച്ചപ്പോൾ നമുക്ക് കണ്ട കാഴ്ചയല്ല, നമുക്കെല്ലാം അറിയാം. ഇവിടെ ഇടമുറിയാതെ ആളുകൾ ഇങ്ങനെ ഈ വീട്ടിലേക്ക് രാത്രി ഏറെ വൈകിയും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണുവാൻ, അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി രാഷ്ട്രീയത്തിൻ്റെ, സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ്. അത് ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിരവധി പ്രമുഖർ ഈ തെങ്ങണ ജന്മം നൽകിയ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണുവാൻ, അവസാനമായി യാത്ര പറയാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. ഇവിടെ ഈ വീട്ടിൽ കണ്ട ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും മകളും മകളുടെ ഭർത്താവും അതുപോലെ തന്നെ സഹോദരങ്ങളുമെല്ലാം നിറകണ്ണുകളോടുകൂടി ആ മൃതദേഹത്തിൻ്റെ അരികിൽ ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ വീടിനകത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ ഈ മുറ്റത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇവിടേക്ക് നിരവധി ആളുകളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്കറിയാം 2019 VN വാസവൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോട്ടയം ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയിലേക്ക് അദ്ദേഹം നീങ്ങുന്നത്. പിന്നീട് 2021 VN വാസവൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി അദ്ദേഹം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പൂർണ്ണമായും തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം 2 ജില്ലാ സമ്മേളനങ്ങൾ അദ്ദേഹത്തെ ഐക്യകണ്ഠേന ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നതും നമ്മളെല്ലാം അറിയാവുന്നതാണ്. ഇത് നമുക്ക് 17-ാം വയസ്സ് മുതൽ CPMൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു നേതാവാണ് അദ്ദേഹം. SFIയിലൂടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നത്. പിന്നീട് DYFI രംഗത്തേക്ക് താഴെത്തട്ടിൽ തന്നെ DYFIയുടെ ഭാഗമായി പ്രവർത്തിച്ച് DYFIയുടെ ചങ്ങനാശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി, കോട്ടയം ജില്ലാ സെക്രട്ടറി, 12 വർഷത്തോളം കോട്ടയം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം DYFI രംഗത്ത് നിന്ന് വിടവാങ്ങുന്നത്. അതിനുശേഷം CI2 രംഗത്താണ് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ മുന്നിട്ടിറങ്ങി നിന്ന് തൊഴിലാളി നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചു. CI2വിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ദീർഘകാലം പ്രവർത്തിച്ചു. ഇപ്പോൾ CI2വിൻ്റെ കേന്ദ്ര കമ്മിറ്റി, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 17-ാം വയസ്സിൽ പാർട്ടി അംഗമായി
പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം 28 വർഷമാണ് കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചത്. അതിൽ 14 വർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ 4 വർഷമായി അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി തുടരുകയാണ്. അതിനിടയിലാണ് ഈ കഴിഞ്ഞ പാമ്പാടിയിൽ വെച്ച് നടന്ന ജില്ലാ സമ്മേളനത്തിലും അദ്ദേഹത്തെയാണ് വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ അർബുദം പിടിപെടുന്നത്. ഈ അർബുദമാണ് എന്നുള്ള ഇത്തരത്തിലൊരു രോഗമുണ്ടെന്ന് പോലും മറ്റുള്ളവരെ അറിയിക്കാതെ അദ്ദേഹം അത് വളരെ രഹസ്യമായി അടുത്ത ചില ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സഖാക്കൾക്കും മാത്രമാണ് അറിയാമായിരുന്നത്. ചികിത്സ അർബുദത്തെ കീഴടക്കുന്നതിന് വേണ്ടി തൻ്റെ ഇടത്തോടുകൂടി ആ ചികിത്സയെല്ലാം നടത്തി സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നുള്ള ആ ഒരു പാർട്ടി സഖാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അതിനുവേണ്ടി ഡോക്ടറുടെ പ്രത്യേകം അനുവാദം വാങ്ങി തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ശക്തമായ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം നമ്മളിൽ നിന്ന്, ഈ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഖാക്കളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വേദനാജനകമായ ഒരു അവസ്ഥയുണ്ടാകുന്നത്. ഏതായാലും അദ്ദേഹത്തിന് ഉചിതമായ യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടി തെങ്ങണ എന്ന അദ്ദേഹത്തിൻ്റെ ജന്മനാട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 12 മണിക്ക് തന്നെ ചുവപ്പ് സേനാംഗങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകും. അതിനുശേഷമാണ് ആയിരക്കണക്കിന്, ഇവിടെ ഒഴുകിയെത്തുന്ന ആയിരക്കണക്കിന് ആളുകൾ അവരുടെ തൊണ്ട മുട്ടുന്ന മുദ്രാവാക്യം വിളികളോടെ പ്രിയ സഖാവിനെ യാത്രയാക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. വിനീഷ. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചു വരുന്നത്. സമര പോരാളിയെ, പ്രിയപ്പെട്ട നേതാവിനെ, പ്രിയപ്പെട്ട സഖാവിനെ യാത്രയാക്കാൻ ഒരുങ്ങുകയാണ് ഒരു നാട്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ, ഒരു അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യാഭിവാദം അർപ്പിക്കാൻ ഇപ്പോഴും ആ വീട്ടിലേക്ക് നിരവധിയായ ആളുകൾ ഒഴുകിയെത്തുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ.